സൗജന്യയാത്ര സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തെ പറഞ്ഞതാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ആ ഒരു നിർദ്ദേശിച്ച കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. വനിതകളൊരു ദിവസമാണിന്ന്. അപ്പോൾ ഏറെ സന്തോഷിച്ച ഇതുവരെ കിട്ടാത്തൊരു അനുഭവമാണ് ബഹുമാനപ്പെട്ട VD സതീശന്റെ മന്ത്രിസഭയിലെ ഫസ്റ്റ് തീരുമാനം നമ്മളെ ഇന്ദിരാ ഗ്യാരണ്ടി ആദ്യം തന്നെ നടപ്പിലാക്കുകയാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ പേരാമ്പ്ര പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റിയും കൂടി വളരെ നല്ല രീതിയിൽ പായസ വിതരണം നടത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇത് കുറച്ച് വൈകിപ്പോയിന്നാ തോന്നുന്നത്. നല്ല കാര്യമാണ്. ഇത് കുറച്ച് വൈകിപ്പോയിന്നാ തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലൊക്കെ നടപ്പിലാക്കിയിട്ട് കുറേ ആയി. അപ്പൊ ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയ ഉപകാരം. കുറെ എന്താ പറയാ, ഇതില് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വലിയ ഉപകാരമാണ്. എന്തായാലും ഇപ്പൊ കാഴ്ചവെക്കുന്ന ഭരണം അതിഗംഭീരായിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. എത്ര 20 കൊല്ലം സൗജന്യയാത്ര എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ, നമ്മുടെ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. പ്രകടന പദ്ധതി പറഞ്ഞ ആദ്യത്തെ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണ്. ജൂൺ 15 സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും വളരെ അധികം ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ചേച്ചി എന്താ പറയാനുള്ളത്? പറയാനുള്ളത് പൈസ കൊടുക്കാണ്ട് പോകുന്നതിന് അതുകൊണ്ട് പൈസ കൊടുക്കാണ്ട് പോകാൻ ചെയ്യാം. നല്ല കാര്യമാണ്. KSRTC പോകുന്ന സ്ത്രീകൾക്ക് ഒരു നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയൊരു നമ്മുടെ സർക്കാർ ഇങ്ങനെയൊരു പരിപാടി ഉന്നയിച്ചതിൽ അതിനോട് നല്ലോണം ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ യോജിക്കുന്നു. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. പിന്നെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ പിന്നെ മറ്റേ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്കും കൂടെ എന്തുണ്ട്, ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക അഭിനന്ദനമുണ്ട് സർക്കാരിന്. ജോലിക്കൊക്കെ പോകുന്ന വനിതകൾക്ക് ജോലിക്കൊക്കെ പോകുന്ന വനിതകൾക്ക് വളരെ പ്രയോജനപ്പെടും. ഈ പിന്നെ യാത്ര കൊണ്ട് ഒത്തിരി പൈസ ആവൂലേ. ഒരു ദിവസം തുച്ഛമായ ശമ്പളം വാങ്ങുന്നവരും എങ്ങനെയുണ്ട്, കോഴിക്കോട് അവിടെയൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.